ഒരിക്കൽ നാരദ മഹർഷിയും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി ഒരു യാത്ര ചെയ്യുകയുണ്ടായി. ആ യാത്രക്കിടയിൽ അവരാദ്യം ഒരു വ്യാപാരിയെ കാണുകയുണ്ടായി. ആ വ്യാപാരിയെ ഭഗവാൻ അനുഗ്രഹിച്ചു. അതിനുശേഷം വീണ്ടും ആ ഒരു യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട കർഷകനെ കാണുകയുണ്ടായി. അതായത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ ആ കർഷകനെയും അനുഗ്രഹിച്ചു. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം നാരദ മഹർഷിക്ക് ഒരു ആകാംക്ഷ, അതായത് ഭഗവാൻ അനുഗ്രഹിച്ച ആ വ്യക്തികളെ പറ്റി അറിയാനുള്ള ഒരു ആകാംക്ഷ തോന്നി. അപ്പം അങ്ങനെ അദ്ദേഹം ആ കർഷകനെ പറ്റിയും ആ വ്യാപാരിയെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ വ്യാപാരിയെ പറ്റി അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത് ഭഗവാൻ അനുഗ്രഹിച്ചതിന് ശേഷം ആ വ്യാപാരിയുടെ ബിസിനസ് 4 ഇരട്ടിയായി വർദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പദ് സമൃദ്ധിയൊക്കെ വർദ്ധിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് വലിയ സന്തോഷം തോന്നി. അതിനുശേഷം അദ്ദേഹം കർഷകനെ പറ്റി അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ച് കർഷകൻ വളരെ വിഷമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെ സ്വന്തമായിട്ടുള്ളത് ഒരു പശു മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ആ പശുവിനെ നഷ്ടപ്പെട്ട് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി കഴിയുകയാണ്. ഈ ഒരു ദയനീയ അവസ്ഥ കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് ഒരു വല്ലാത്തൊരു ആത്മരോഷം അനുഭവപ്പെട്ടു. വളരെ വിഷമത്തോടു കൂടി, കുറച്ച് ദേഷ്യത്തോടു കൂടി അദ്ദേഹം ഭഗവാനെ സമീപിച്ചു. ഭഗവാനോട് അദ്ദേഹം ചോദിച്ചു, അങ്ങ് എന്താണ് കാണിച്ചത്? എല്ലാമുള്ള ആ വ്യാപാരിക്ക് അങ്ങെല്ലാം വീണ്ടും വാരിക്കോരി കൊടുത്തു. എന്നാൽ ആ പാവപ്പെട്ട കർഷകന് ജീവിതത്തിലെ സ്വന്തമായിട്ടുള്ളത് ഒരു പശു മാത്രമായിരുന്നു. അങ്ങ് അതിനെ എടുത്തല്ലോ. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ വ്യാപാരിക്ക് എന്നിലേക്ക് എത്തുവാനായിട്ട് ഇനിയും ഒരുപാട് ജന്മങ്ങൾ ബാക്കിയുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തത്. എന്നാൽ ആ കർഷകനെ എന്നിലേക്ക് എത്തുവാനായിട്ട് ആകെ തടസ്സമായി നിന്നത് ആ ഒരു പശു മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പശുവിനെ എടുത്തത്. ഈ ഒരു വീഡിയോ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് വളരെ വിഷമത്തോടു കൂടി കഴിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഈ ഒരു കഥ നമ്മൾ മനനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം സ്വയം തിരിച്ചറിയാനായിട്ട്